പ്രിയരെ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കൊടുങ്ങല്ലൂരാണ്. ഞാനവിടെ ബിന്ദു ചേച്ചിനെയും കൊച്ചിനെയും കാണാനായിട്ട് വന്നതാണ്. അപ്പം ബിന്ദു ചേച്ചിനെ എല്ലാവർക്കും പരിചയം കാണും. ചാനലിൽ കൂടെയൊക്കെ ഇതിനു മുമ്പ് പല പ്രമുഖ ചാനലിൽ കൂടെയും ചേച്ചി വന്നിട്ടുണ്ട്. നമുക്ക് ചേച്ചിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ചേച്ചി നമസ്കാരമുണ്ട്. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖം, വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? ജോലിയുണ്ട് അത്യാവശ്യം, ഡെയിലി ഇല്ലെങ്കിലും വരുന്നവർക്ക് ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്ന വർക്ക് ഉണ്ടായിരുന്നല്ലേ? സാഹസികത നിറഞ്ഞ ഒരു ജോലിയാണല്ലേ ചേച്ചി? ഒരു സാഹചര്യം കൊണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ആയതാണെങ്കിലും ഈശ്വരനിയോഗം എന്ന് പറയാം ഈ ഒരു തൊഴിലിലേക്ക് വന്നത്. അത് ഞാൻ ആദ്യമൊക്കെ ഒരു പേടി വന്നെങ്കിലും പിന്നെ ഇപ്പം ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാൻ അതിനൊരുപാട് ഇഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു വരുമാനം മാത്രമല്ല ഈ ഒരു തൊഴിൽ ആയിട്ട് കൊണ്ടുപോകുന്നത്. എന്തോ ഒരു നിയോഗിച്ച പോലെ, ഈശ്വരൻ നിയോഗിച്ച പോലെ ഒരു കർമ്മം. മരണം എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് കർമ്മമാണ്. അതിലൊരു പങ്കാളിയാവാൻ അവസരം തന്നത് തന്നെ ഏറ്റവും ഭാഗ്യം ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു തൊഴിൽ നമുക്ക് ഈശ്വര നിയോഗത്തോടുകൂടി പോണ പോലെ എനിക്ക് തോന്നുന്നത്. വെച്ചാൽ അത്രയും അസ്വാഭാവികമായ മരണങ്ങൾ മാത്രമാണ് നമ്മൾ ഇൻക്വസ്റ്റിൽ ഫോട്ടോ എടുക്കേണ്ട കാര്യമുള്ളൂ. എല്ലാ മരണങ്ങളും എടുക്കേണ്ട കാര്യമില്ല. സ്വാഭാവികത്തിൽ എന്ന് പറയുന്നത് പൊള്ളലേൽക്കുക, ഹാങ്ങിങ് ആവുക, കുളത്തിൽ വീണ് മരിക്കുക, മരണകാരണം എന്തെന്നറിയാത്ത ചില കേസുകളൊക്കെ നമ്മൾ ഇൻക്വസ്റ്റ് പോയി ഫോട്ടോ എടുക്കുന്നത്. ഒരു 3000 ഇൻക്വസ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് 24 വർഷം കൊണ്ടിട്ട്. 24 വർഷം കൊണ്ട് 6-7 സ്റ്റേഷൻ പരിധിയിലാണ്, ഒരു സ്റ്റേഷൻ പരിധിയിലല്ല. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള എൻ്റെ കണക്കനുസരിച്ച് 23,000 വന്നിട്ടുണ്ട്. 2028 തന്നെ ഞാൻ 2700-800ഓളം ഇട്ടാണ്. ബാക്കി പിന്നെ 2 വർഷത്തിൽ കിട്ടിയ വർക്കുകൾ. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ 14 എണ്ണം 20 എണ്ണമൊക്കെ ഒരു മാസം ഞാൻ ഇൻക്വസ്റ്റ് ചെയ്യാൻ പോവാറുണ്ട്. ചില മാസം ഒന്നും ഉണ്ടാവാറില്ല. ചില മാസങ്ങൾ അങ്ങനത്തെ 6-7 സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ വരുന്ന, ചിലപ്പോൾ ഒരു ദിവസം 3 കേസൊക്കെ വരും, 4 കേസൊക്കെ വരാറുണ്ട്. അങ്ങനെ അറ്റൻഡ് ചെയ്യും. പിന്നെ അത് ചീഞ്ഞതും പുഴുത്തതും ദിവസങ്ങളെത്തിയതും പുഴുക്കൾ അരിച്ചതുമായ ഡെഡ് ബോഡികളൊക്കെ നമ്മൾ എടുക്കുമ്പോഴും ചില കേസുകളൊക്കെ നമുക്ക് എടുക്കുമ്പോൾ വല്ലാത്ത മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും എനിക്കൊരു ഓട്ടിസ്റ്റിക് ബാധിച്ചൊരു കുഞ്ഞാണ്. ഒരുപാട് ദുരന്തങ്ങളിലൂടെ നേരിട്ട് തന്നെയാണ് എൻ്റെ ജീവിതവും ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്തിരി നേരം കാണുന്ന ഒരു മാംസപിണ്ഡം പോലെയല്ല എൻ്റെ ജീവിതം. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന എൻ്റെ കുഞ്ഞും എൻ്റെ ജീവിതവും ദുർഘടങ്ങളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു തൊഴിൽ നല്ല ഒരു കർമ്മമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു നല്ല കർമ്മം ഞാൻ ചെയ്യണമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചേച്ചിയുടെ ഒരു ഫോട്ടോഗ്രാഫി വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുന്നതാണല്ലോ. കാരണം ഒരു ഷാർപ്പ് ഷൂട്ടറിന് തുല്യമായിട്ടാണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പോയിൻ്റ് ആയി ചിലപ്പോൾ കോടതി അത് മുഖവിലേക്ക് എടുക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ചേച്ചിക്കായിട്ട് തന്നെ എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് ചേച്ചി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ഒരു കൊറോണ ടൈമിൽ ചില കേസുകൾ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് എടുക്കാറുണ്ട്. മരിച്ചു കിടക്കുന്ന കാരണം അറിയാണ്ട് മരണം എന്താണ്, കൊറോണ ആണോ വേറെ എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിൽ അത് പോസ്റ്റ്മോർട്ടത്തിന് എടുക്കാറുള്ളതാണ്. പക്ഷെ ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അതിൻ്റെ വൈഫ് മരിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കൊറോണ വന്നിട്ട്. അത് കഴിഞ്ഞ് അവരാവശ്യം കഴിഞ്ഞിട്ടിരിക്കില്ല. വാപ്പയും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അതിനൊരു സാധാരണത്തിൽ വാപ്പയും മരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് വരണം, FIR എഴുതണം, നമ്മൾ ഇൻക്വസ്റ്റിന് വേണ്ടി ചെല്ലണം. ഞാൻ VP കിറ്റൊക്കെ ഇട്ടിട്ടാണ്, കൊറോണ ഉള്ളൊരു പേഷ്യൻ്റ് ആണ് ആൾ. അപ്പോൾ മരണപ്പെട്ടുമ്പോൾ കൊറോണയുടെ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ നമ്മൾ VP കിറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഡ്രസ്സുകളൊക്കെ മാറ്റി എടുക്കും തോറും അയാളെ നെഞ്ചിലൊക്കെ ഭയങ്കര പാടുകൾ കാണുന്നുണ്ടായിരുന്നു. സാധാ മരണം എന്നാണ് പറഞ്ഞിരുന്നത്, കൊറോണ വന്ന മരണം എന്ന്. ഈ കൊറോണ വന്ന മരണത്തിന് ഇത്രയും പാടുകളുടെ ആവശ്യമില്ല. പക്ഷേ ഇവിടേക്ക് ഇങ്ങനെ ഭയങ്കര കരുവാളിച്ച് കിടക്കുന്ന പാടുകളൊക്കെ ഞാൻ ഷാർപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറോട് പറഞ്ഞു, സാറേ ഇത് കൊറോണ ആയിട്ട് തോന്നണില്ല, ഇതിലെന്തോ അപകടം, എന്തോ ഇടിയോ ചതവോ കൊണ്ട പോലത്തെ ദേഹമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്കിത് ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് സാറെ വിളിച്ച് പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നതാണ് നല്ലതെന്ന് തോന്നണേന്ന് പറഞ്ഞു. എൻ്റെ ഒരു സംശയം പറഞ്ഞതാണെങ്കിലും സാറത് യെസ് പറഞ്ഞു. CI സാറ് വിളിച്ച് പറഞ്ഞപ്പോൾ CI സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് മെഡിക്കൽ കോളേജിലേക്ക് വിടുമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ വിറ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് വന്നു. വാരിയെല്ലൊക്കെ ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുക, ഉള്ളിൽ ഇങ്ങനെ വാരിയെല്ലൊക്കെ തകർത്തിട്ടിരിക്കുക വാപ്പാൻ്റെ മോൻ. എന്നിട്ട് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കയറ്റി കള്ളുഷാപ്പിൽ കൊണ്ടുപോയി വിറ്റ് കള്ളു കുടിച്ച് പിറ്റേ ദിവസമാണ് വാപ്പ മരിച്ചെന്ന് ഇവൻ റിപ്പോർട്ട് ചെയ്യണത്. വാപ്പനെ തലേ ദിവസം കൊന്നിട്ടിട്ട് പിറ്റേ ദിവസമാണ് പറയണത്. അപ്പം അങ്ങനെ
അതൊരു അനുഭവം ഉണ്ടായിരുന്നു. എന്നെ CI സാർ വിളിച്ച് അത് അനുമോദിക്കുകയുണ്ടായിരുന്നു ഫോണിലൂടെ വിളിച്ചിട്ട്. ബിന്ദു അത് പറഞ്ഞത് ഒരു ഷാർപ്പ് ചെയ്തെടുത്തതും ഉപകാരമായി എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു അനുഭവമാണ്. ഓരോ ഫോട്ടോ എടുക്കുന്ന സമയങ്ങളിൽ ചേച്ചിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു ബോഡി എന്താണ് എന്ന് ഫോട്ടോഗ്രാഫർമാർക്ക് തിരിച്ചറിയാം. എന്താണെന്ന് വെച്ചാൽ അവർ ഒത്തിരി കാണണം. ഒരു പോലീസ് ഓഫീസ് ഇപ്പോൾ ഒരു സ്റ്റേഷൻ പരിധിയിലുള്ളവർക്ക് ചിലപ്പോൾ ആഴ്ചയിൽ 2 എണ്ണമൊക്കെ ആയിരിക്കും എടുക്കുക അവർ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ ഡെയിലി ഓരോ സ്റ്റേഷൻ പരിധിയിൽ പോയി വർക്ക് എടുക്കുന്നവരാണ്. അപ്പം നമുക്കൊരു ദിവസം തന്നെ ചിലപ്പോൾ 2-3 എണ്ണമൊക്കെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഒരേ ബോഡി എന്താണ് എന്നറിയാം. അപ്പോൾ നമുക്കൊരു ഇൻക്വസ്റ്റ് കണ്ണടച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കാം. ഒരു ഇൻക്വസ്റ്റ് എഴുതാനായിട്ട് നമുക്ക് ഒന്നും വേണ്ട, ഒരു ബോഡി എന്തൊക്കെ ഇൻക്വസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് ഭംഗിയായിട്ട് അറിയാം. നമ്മൾ പല സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വരുന്ന സാറുമാർ ചെയ്യുന്ന ഇൻക്വസ്റ്റ് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ. ഒരു സാറ് ചെയ്യണമല്ല ഒരു സാറ് ചെയ്യണം. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർമാർ ചെയ്യണതല്ല നമ്മുടെ കൊടുങ്ങല്ലൂരുകാരും തൃശ്ശൂർക്കാരും ചെയ്യണം. അങ്ങനെ പല രീതിയിലാണ് ഇൻക്വസ്റ്റ് പോണത്. ഒരേ രീതിയിലല്ല ഇൻക്വസ്റ്റ്, എന്നാൽ റിപ്പോർട്ടെല്ലാം ഒന്നാണ്. അങ്ങനെ അപ്പോൾ അത് ഇതൊക്കെ എല്ലാവരതും കണ്ടുപിടിക്കും. കോട്ടയത്തുനിന്ന് വരുന്നതുകൊണ്ട് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ഇൻക്വസ്റ്റിൻ്റെ തരങ്ങൾക്ക് വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ചെയ്യണം, അങ്ങനെ ഓരോ വ്യത്യാസം. ഫസ്റ്റ് നമ്മൾ 1 തുടങ്ങി നമുക്കറിയാം എവിടെ നിന്ന് തുടങ്ങണം. ഒരു ബോഡി എന്താണ് ഫസ്റ്റ് കാണുന്ന ഒരു ബോഡി എന്ന് പറയുന്നത് ആ കാണുന്ന പരിസരം മുഴുവനും നമ്മൾ ചെയ്യണം. എന്തെല്ലാം സാധനങ്ങളുണ്ട്, ആ ബോഡിയിൽ എങ്ങനെ കിടക്കണം, ബോഡി മറിഞ്ഞാണോ കമന്നാണോ മലന്നാണോ, ബോഡിയിൽ ദേഹത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണ്, ആ കളർ ഏതാണ്, ദേഹം പരിശോധിക്കുമ്പോൾ ബോഡിയിൽ എത്ര ഇഞ്ചുറി ഉണ്ട്, വെട്ടുകയാണെങ്കിൽ എത്ര വെട്ടുണ്ട്, കറക്റ്റ് ഷാർപ്പ് ചെയ്ത് തന്നെ എടുക്കണം. അതെന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി സാധാരണ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് വെഡിങ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ആരെങ്കിലും ഇതാണല്ലോ തെളിവായിട്ട് കോടതിയിലേക്ക് പോകുന്നത്. ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് തെളിവാണ്. ഒരു നമുക്ക് ഇൻക്വസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രൂഫ് മുഴുവൻ ഒരു ഫോട്ടോഗ്രാഫിയിലാണ്. കാരണം എവിഡൻസ് ആണ്. ഈ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴിയിലേക്ക് അല്ലെങ്കിൽ കത്തിച്ചോ കളയും. ഇനി 21 ദിവസം ഒരു ബോഡി പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുന്നേ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും റീപോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബോഡി റീപോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് 21ാമത്തെ ദിവസം അത് എന്തോ സംശയം എന്ന് പറഞ്ഞു കേട്ട് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് മരണം സംഭവിച്ചതെന്നുള്ള ഡോക്ടറുടെ പേരിലാണ് കുറ്റം ചാരിക്കൊണ്ട് ഇവർ പരാതി കൊടുത്തു. കുടുംബക്കാർ പരാതി കൊടുത്ത് വീണ്ടും അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് സാങ്ഷൻ കിട്ടി. വീണ്ടും ആ കുഴിയിൽ നിന്ന് അതിനെ മതി പൊളിച്ചെടുത്ത് ആ ബോക്സ് പൊട്ടിക്കുമ്പോഴേ നമുക്കായ ഒരു പരിസരത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു ദുർഗന്ധം. ഇതിൽ എന്ന് പറയുന്നത് 14 ദിവസത്തെ ബോഡി, 16 ദിവസത്തെ, 21 ദിവസത്തെ ബോഡി, 29 ദിവസത്തെ ബോഡികളടക്കം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലുകൾ മാത്രമുള്ള ബോഡികൾ. ഇങ്ങനെയുള്ള ഈ ടൈമേ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമല്ലോ. ഇത് വീട്ടിലേക്ക് വരുമ്പോൾ കടന്നു വരുമോ? ഇല്ല, അത് ഞാൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരുന്നതാ. ചില കേസുകൾ ഇല്ല ഞാൻ ഓർക്കാറില്ല. ചില കേസുകൾ നമ്മളെ മനസ്സ് വല്ലാണ്ട് ക്യാച്ച് ചെയ്യുന്ന ബോഡികൾ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 4 ബോഡി, അച്ഛനും അമ്മയും മക്കളും, 7 ദിവസത്തെ ബോഡിയുടെ പഴക്കം. അപ്പം ജനലിൽ ഒരു 4 പഠിക്കുന്ന കുഞ്ഞിനെ തൂക്കിയിട്ടിട്ട് വീർത്ത് പുഴുക്കളരിച്ച് അഴുകി ഇങ്ങനെ താഴേക്ക് വീഴുന്ന രീതിയിൽ എടുക്കുക. അച്ഛൻ ആ ഹാളിൽ തന്നെ ഒരു ഹാളും ഫാനുമേൽ നിൽക്കുന്നു. മോളപ്പുറത്തെ റൂമിൽ ഒരു ജനലും ഫാനുമേലും കൂടെ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അമ്മനെ അവരെ ബെഡ്റൂമിൽ തന്നെ ജനലോടുകൂടി തൂക്കിട്ടിരിക്കണം. അപ്പം അത് ഡോറ് തുറന്നാണോ കിടന്നേ? ഡോർ അല്ല, തല്ലി പൊളിച്ചിട്ടാണ് വിളിക്കുക. 7 ദിവസം പരിസരത്ത് വീടുകളുണ്ട്. കൊലപാതകം. അച്ഛൻ കൊല ചെയ്തിട്ട് അച്ഛൻ മരിക്കണം. അച്ഛൻ ഇവരെ 3 ആളെയും കൊന്നിട്ട് അച്ഛൻ വീട് അകത്തുനിന്ന് പൂട്ടിയ പോലെ ആള് അപ്പുറത്ത് കൂടെ കയറിയിട്ട് പുറത്ത് ലോക്ക് ഇട്ടിട്ട് ഉള്ളിൽ കൂടെ കയറാമല്ല, പുറത്തെ വാതിലിൽ കൂടെ കയറി ഉള്ളിൽ ലോക്ക് ഇടണം പറ്റിയതിൽ ഒരു അവിടെ ഇല്ല എന്നുള്ളത് ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ലോക്ക് ഇട്ടിട്ടാണ് ഇവരത് ചെയ്തിരിക്കുന്നത്. കാരണം ആരും അന്വേഷിക്കാൻ ഒരു ടൂറ് പോകുന്നതാണ് അയൽ പരിസരവാസികളോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂപ്പിളാനും മരിച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല. വിഷം ചേർത്ത് കുട്ടികൾക്ക് വിഷം കൊടുത്തതിന് ശേഷമാണ് തൂക്കി ഇട്ടിരിക്കുന്നത്. ഭാര്യനെ ശ്വാസം മുട്ടിച്ചിട്ടാണ് ജനലിൽ കെട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഭാര്യയുടെ ജീവൻ പൂർണ്ണമായിട്ടും ശരീരത്തിൽ നിന്ന് പോയിട്ടുള്ളത്.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഈ അച്ഛൻ്റെ മക്കളുടെ ശരീരത്തിൽ പുഴുക്കൾ വന്നു പൂർണ്ണമായിട്ടും ഈ സ്ത്രീയുടെ ഈ ഭാര്യയുടെ ശരീരത്തിൽ വന്നു തുടങ്ങുന്നുള്ളൂ. കൈൻ്റെ എന്തെങ്കിലും നിന്നാണ് ഈ പുഴുക്കൾ ആദ്യം വരാം. നമ്മൾ പ്രാണികൾ വന്ന് മുട്ടയിട്ടിട്ടാണ് ഈ പുഴുക്കൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ പ്രാണികൾ വന്ന് മുട്ടയിടും. ദുർഗന്ധം വരുമ്പോൾ ഈ പ്രാണികൾ വരും. അപ്പോൾ അത് മുട്ടയിട്ട് പുഴുക്കൾ ചെറുതെന്നുള്ളത് വലുതായി ഇങ്ങനെ വരും. വൈറ്റ് കളറായിരിക്കും ഈ പുഴുക്കൾ. ചേച്ചിക്ക് എങ്ങനെയുള്ള ആത്മധൈര്യം എങ്ങനെയാണ് ചേച്ചി കിട്ടിയേ? അത് ഫസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകുമ്പോഴൊക്കെ ആദ്യത്തെ ദിവസമൊക്കെ എൻ്റെ ഓണർ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ടാണ് ഈ ഫീൽഡിലേക്കൊക്കെ വിട്ടിട്ടുള്ളൂ. ക്യാമറ എടുത്തിട്ട് പോയി ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് കരഞ്ഞൊക്കെ പോകുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബോഡിയൊക്കെ എടുക്കാൻ പോകുമ്പോൾ പിന്നെ നമുക്കതൊരു ശീലമായിക്കൊണ്ടിരുന്നത്. പിന്നെയും പോകാൻ തുടങ്ങി. പിന്നെയും നമ്മൾക്ക് എന്തോ ഒരു നിയോഗിച്ച പോലെ നമ്മളത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സ്പോട്ടിൽ പോകണമല്ലോ. 24 hours അലർട്ടായിരിക്കണം. ഏത് സമയം പോലീസുകാർ വിളിച്ചാൽ നമുക്ക് പറ്റിയാലെന്നൊരു വാക്ക് പറയാൻ പറ്റില്ല. ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ഇവിടെ എൻ്റെ മോള് വയ്യാത്ത കുട്ടിയാണ്. അവളെ ഞാൻ കെട്ടിയിട്ടിട്ടാണ് വളർത്തുന്നത് പോലും. സ്പെഷ്യൽ സ്കൂളിൽ ഇല്ലാത്ത ദിവസം എനിക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പോകാൻ. എന്നാലും ഞാൻ അപ്പുറത്തെ വീട്ടുകാരെല്ലാം വിളിച്ച് ഇവിടെ ഇരുത്തിയിട്ടില്ല. എൻ്റെ തൊഴിലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കർമ്മം, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കർമ്മം. അത് പോവാൻ ഞാൻ തയ്യാറാണ്. പേടിയില്ലേ ചേച്ചി രാത്രിയിലൊക്കെ ഇറങ്ങി പോകുമ്പോൾ? അങ്ങനെ ഒട്ടും തോന്നിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അവർ വിളിക്കണ നേരത്തെ രാത്രിയല്ലേ എന്ന് പോലും ഞാൻ ചോദിക്കാറുണ്ട്. അയ്യോ രാത്രി ഞാൻ വരണോന്ന് പോകുന്നത്. എൻ്റെ സ്കൂട്ടർ തന്നെ പോകും. ഞാൻ എൻ്റെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പരിസരം മറന്നു എന്നുള്ളതാ. അത് കഴിഞ്ഞ് മരണം ഒരു പ്രാവശ്യം സംഭവിക്കും. അത് ഞാൻ പോണ വഴിക്ക് സംഭവിച്ചോട്ടെ. പക്ഷെ അതിലൊന്നേ എനിക്ക് പേടിയുള്ളൂ. ഞാൻ എടുത്തു വരുന്ന ഇൻക്വസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ക്യാമറയിൽ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരിക്കും. ആ എവിഡൻസ് കളയാൻ പാടില്ല. എൻ്റെ വീട്ടിലെത്തുന്നത് വരെ അത് സുരക്ഷിതമായിരിക്കണം. അതുമാത്രമേ ഞാനത് എന്നെ സുരക്ഷിതമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എടുക്കുന്ന ജോലി, എടുക്കുന്ന കാർഡിലുള്ള ഒരു ഫോട്ടോസ് അത് എനിക്ക് സേഫാക്കണം. അത്രേ ഞാൻ ചിന്തിക്കാറുള്ളൂ. എത്ര രാത്രി പോയി വരുമ്പോഴും ഞാൻ പെട്ടെന്ന് വന്നത് സേവ് ചെയ്ത്, ചിലപ്പോൾ പകലാണെങ്കിൽ അപ്പം തന്നെ പ്രിൻ്റ് അടിച്ച് ഞാൻ ഉറങ്ങണേ മുന്നേ ഏതൊരു സ്റ്റേഷൻ പരിധി എന്ന് വെച്ചാൽ അവിടെ കൊടുത്തിരിക്കും. മനുഷ്യനാണ്, നമ്മൊന്നും ഉറങ്ങണം, നാളെ എഴുന്നേക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ കേസായതിൻ്റെ പേരിൽ ഇതെവിടെ ഞാൻ സേവ് ചെയ്തിട്ടിരിക്കണമെന്ന് പോലും ചില പറയണമെന്നില്ല. അപ്പം അത് എൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫൈഡ് അല്ലേ? ഞാൻ അന്നാന്ന് അപ്പം തന്നെ കൊടുക്കും. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഞാൻ ഫോട്ടോസുകൾ എത്തിക്കും. ചേച്ചി ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് 7 സ്റ്റേഷൻ പരിധിയിലാണ് ഇങ്ങനെ ഫോട്ടോ കാര്യങ്ങൾ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. കൊലപാതകങ്ങൾ ഏകദേശം എത്ര നടന്നിട്ടുണ്ട് ചേച്ചിയുടെ കാഴ്ചപ്പാട്? കൊലപാതകങ്ങൾ ഒത്തിരി നടന്നിട്ടുണ്ട്. അത് കുടുംബപരമായിട്ടുള്ള ഫാമിലി ആയിട്ടും കൊലപാതകം 2-3 കേസ് 4 കേസ് മൊത്തം എടുത്തിട്ടുണ്ട് ഒരു വീട്ടിൽ. ഫാമിലി അച്ഛൻ തന്നെ മക്കളെയും ഭാര്യനെയും കൊല്ലുന്ന കേസുകൾ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് മാത്രം പഴക്കെത്തിച്ചിട്ടുള്ളൂ. മറ്റേത് പിറ്റേ ദിവസം രാവിലെ തന്നെ ബോഡി അറിഞ്ഞ് അവരുടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടായ കാരണം മുകളിലത്തെ റൂമിലാണ് ചെയ്തിരുന്നത്. കൊലപാതകം നടന്നതിന്റെ സംഭവങ്ങളെ കുറിച്ച് തിരക്കാറുണ്ടോ ചേച്ചി? അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ മാത്രമേ ഉള്ളൂ? ഇല്ല, ഫാമിലി വിഷയങ്ങൾ തന്നെയാണ് മിക്കതും ഫാമിലി വിഷയങ്ങളാണ്. മറ്റേതൊക്കെ കൊലപാതകം ഈ അടുത്ത ദിവസം കോടതിയിൽ നമുക്ക് ഇത് ഫോട്ടോസ് മാത്രമല്ല, ചില കേസുകൾ നമുക്ക് കോടതിയിൽ സാക്ഷി പറയാൻ പോകണം. 3000 ഫോട്ടോ എടുത്തേക്കുന്നേ ചേച്ചി. ഇപ്പൊ 3000 വ്യക്തികൾ മരിച്ചു എന്നുള്ളതല്ലേ ഇത് മനസ്സിലാക്കുന്നത്? 3000 വ്യക്തികൾക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കഥകളാണ്. അല്ലാണ്ട് ഓരോ വ്യക്തികൾക്കും മരണത്തിന് കാരണം ഓരോ കഥകളാണ്. അല്ലാതെ ഒരാളെ കഥ പോലെ തന്നെയല്ല മറ്റാൾക്ക്. അങ്ങനെ പല രീതിയിൽ കഥകളുണ്ട്. ഓരോ സ്റ്റോറിക്കും ഓരോ കൊലപാതകങ്ങളാണെങ്കിൽ വെട്ടും കുത്തും അതുപോലെ തന്നെ തമാശക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടി തള്ളിയിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരു കൈയടയാളോ ഒരു വടിയുടെ അടയാളോ അല്ലെങ്കിൽ വെട്ടാണേലും കുത്താണേലും എല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോന്ന് കറക്റ്റ് എടുക്കണം. കറക്റ്റ് ഓളായിട്ട് ഫുൾ കവർ ചെയ്ത് വീടിന്റെ ഉള്ളാണെങ്കിൽ വീടിന്റെ ഉള്ളിൽ എന്തെല്ലാം സാധനങ്ങൾ, ചിലപ്പോൾ 5 ഫോട്ടോ, ചിലപ്പോൾ 10 ഫോട്ടോ, ചിലപ്പോൾ 10-50 ഫോട്ടോ കൊലപാതകങ്ങളൊക്കെ ആകുമ്പോൾ 10-30 ഫോട്ടോസ് കൊടുക്കണം. കൊലപാതകം 30 ഫോട്ടോ 32 ഫോട്ടോ ഒക്കെ വരും. എല്ലാവരും കറക്റ്റ് ഓരോ എവിഡൻസ് ആയിട്ട് ഷാർപ്പ് ചെയ്ത് നമ്മൾ. പിന്നെ വെട്ടുകുത്തൊക്കെ ആണെങ്കിൽ കൊലപാതകമൊക്കെ 38 വെട്ടൊക്കെ ഉണ്ടാവും. 38 വെട്ടിന് ഫോട്ടോ എടുക്കണം. 38 വെട്ടിന് അത്രയും ഫോട്ടോസ് അവർ പഞ്ചായത്ത് ആൾക്കാർ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. അതും ഷാർപ്പ്, വൈഡ്, ക്ലോസ്, എത്ര ഷാർപ്പ് ഉണ്ട് അത്രയും നമ്മുടെ
കൊടുക്കണം. ഈ കോടതിയിൽ ചേച്ചി ഈ ഫോട്ടോ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം കോടതിയിൽ നിന്ന് ജഡ്ജിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ നല്ല രീതിയിലാണ് ഫോട്ടോ എടുത്താൽ, അങ്ങനെ പ്രോത്സാഹനങ്ങളൊക്കെ തന്നിട്ടുണ്ടോ? സത്യം. അത് ഇവിടുത്തെ നമ്മൾ കൊടുങ്ങല്ലൂർ സ്ഥിരം പോകുന്നതിൻ്റെ പേരിൽ അവിടുത്തെ ജഡ്ജിമാർക്കൊക്കെ അറിയാം. അപ്പോൾ അത് ഷാർപ്പ് ഷൂട്ടറാന്ന് തന്നെ അറിയാം അല്ലേ? അവർക്കറിയാം. മിക്ക അവിടുത്തെ ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ പോയി എടുത്ത് കൊടുക്കാറുണ്ട്. സെൻഡ് ഓഫ് ഒക്കെ ഉണ്ടെങ്കിലും സാറുമാരതൊക്കെ. നല്ല ഫോട്ടോഗ്രാഫിക്കുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും പോലീസുകാരുടെ ഭാഗത്തുനിന്നും അതുപോലെ അവർക്ക് വിശ്വാസമുള്ള കാരണമാണല്ലോ വീണ്ടും ഈ 7 സ്റ്റേഷൻ പരിധിയിലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ ആയാലും നമ്മൾ ആദ്യം വിളിച്ചിട്ടാണ്. ആരും ഇല്ലെങ്കിൽ ഞാനാണ് ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ഇല്ലാത്തത് ചേച്ചി ഫോട്ടോ എടുക്കും. ഞങ്ങൾ ഈ ക്രൈമുമായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ ഒരു ഇപ്പം തന്നെ ഒരു 10-15 ക്രൈം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. കൂടുതലും ക്രൈം നടക്കുന്ന ഏരിയ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്കുള്ള റൂട്ട് ദൈവതമ്പുരാൻ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ചില ആൾക്കാർ വലിയ വലിയ ചാനലുകാർ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് വരവിടെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി, ആർക്കും കിട്ടാത്ത എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പോലീസുകാർ വരെ വിളിച്ചിട്ട്, ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് തന്നെ പോലീസുകാർ വിളിച്ചിട്ട് ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ റിപ്പോർട്ട് കിട്ടിയത്, ഞങ്ങൾ ആ ഏരിയ എല്ലാം പരിധിയിൽ ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നാണ്. അതുപോലെയുള്ള അനുഭവങ്ങൾ ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടോ? കാരണം പോലീസുകാർ ചോദിക്കാറുണ്ടോ ഇതിങ്ങനെയുള്ള തെളിവുകൾ എവിഡൻസ് നിങ്ങൾക്ക് എങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി? ഇതിപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ ഷാർപ്പ് ചെയ്തെല്ലാം കവർ ചെയ്ത് എടുക്കുമ്പോൾ ഈ ഫോട്ടോ അടിച്ചിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ ഇന്ന ഫോട്ടോസൊക്കെ ഞാൻ എടുത്താന്ന് തോന്നുന്ന ഒരു രംഗം. എന്ന് വെച്ചാൽ അത്രയും വിരൂപമായിരിക്കും. വിരൂപം എന്ന് വെച്ചാൽ കണ്ണൊന്നും ഉണ്ടാവില്ല, തല ഉണ്ടാവില്ലയോ. എന്നാൽ ബീച്ചിൽ ഒരു ബോഡി അടിഞ്ഞിട്ടുണ്ട് കടലിൽ. അപ്പോൾ ഈ അടുത്ത ദിവസം എടുത്തതിൽ പാൻ്റ് ഉണ്ട്, ഈ കഴുത്തില്ല, വാരിയലുണ്ട്. ഈ കുടൽ മുഴുവനും ഈ വാരിയലിൻ്റെ ഉള്ളിൽ ചുറ്റിയിട്ട് ഒരു സാധനം ഇങ്ങനെ കിടക്കണം, കഴുത്തില്ല. പാൻ്റ് ഇട്ടിട്ട് ഒരു ബോഡി, അഴുക്ക് പിടിച്ചൊരു ബോഡി. അപ്പം അത് നമ്മൾ ചെന്നെടുക്കുമ്പോൾ വല്ലാത്തൊരു വികൃതമുണ്ട്. തലയില്ലാത്ത ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഒരു വികൃതങ്ങളല്ലേ. ഇപ്പോൾ മലപ്പുറത്തൊക്കെ ചാടിയതൊക്കെ ഇവിടെ കിട്ടാറുണ്ട്. മലപ്പുറത്തെ കേസിലൊക്കെ നമ്മൾ ഇവിടെ കിട്ടാറുണ്ട്. അഴീക്കോട് സ്റ്റേഷൻ എടുക്കും, കോഴിക്കോട് എടുക്കും. ഒത്തിരി അതൊക്കെ അഴുക്കെന്ന് പറയുന്നത് വീർത്ത് കണ്ണൊന്നും ഉണ്ടാവില്ല, മീനൊക്കെ തിന്നിട്ട് വല്ലാത്തൊരു വികൃതിയായിരിക്കും. മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നൊരു സിറ്റുവേഷൻ. ചേച്ചിക്ക് ഈ മുഖപ്രകൃതം തന്നെയാണോ ചേച്ചി ഫോട്ടോ ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ ചേച്ചി ഇതുപോലെ സന്തോഷവതിയായിട്ടാണ് ചേച്ചി ഇരിക്കുന്നത്? അല്ല, നമ്മ ഇത് ആദ്യമായിട്ട് കാണണല്ലോ. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ അവിടെ നമുക്ക് വേറെ ഒരു സീനില്ലേ, എന്നാലും ഞാൻ ഇതെന്ന് വെച്ചാൽ എൻ്റെ ഡ്യൂട്ടി എനിക്ക് തോന്നി. അത് കാരണം ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് ഫേസ് അല്ല, അത് നെഗറ്റീവ്സ് ആണല്ല. നമ്മളവിടെ സന്തോഷമല്ല, ഒരു നെഗറ്റീവ്സ് ആണ്. ഞാൻ എടുക്കുന്ന വർക്കുകളൊക്കെ നെഗറ്റീവ്സ് ആണ്, സന്തോഷമല്ല. നമ്മൊരു വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവാണ് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ്. ഇതെന്ന് പറയുന്നത് അവിടെ ഒരു മൂകതയാണ്, കരച്ചിലും. അപ്പോൾ അതൊരു സന്തോഷത്തിൽ നമ്മൾ ചിരിച്ച് നിൽക്കുന്നത്. ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ചിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിക്കേണ്ടി വന്ന ചില തമാശകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഒതുക്കി വെക്കുന്നത് എന്തിനാണെന്നറിയാം, നമ്മൾ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ ചിരിക്കാനുള്ളതല്ല. നമ്മൾ അത്രയും വേദനിച്ചുകൊണ്ടാണ് അവിടുത്തെ ബന്ധുക്കളൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നത്. ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ നമുക്ക് വല്ലാണ്ട് കാതിലിങ്ങനെ മുഴങ്ങും. കരഞ്ഞു പോകുന്ന നിമിഷം ഉണ്ടായിട്ടുണ്ട്. അത് കൊല്ലത്ത് നിന്ന് ഗുരുവായൂരം അമ്പലത്തിലേക്ക് അച്ചാച്ചനും 2 പേരമക്കളും കുഞ്ഞുങ്ങളെ അമ്മയും കൂടെ തൊഴാൻ വന്നതാണ്. ഇവിടെ കൈപ്പാങ്ങൽ സ്റ്റേഷൻ പരിധിയിൽ വെച്ച് വണ്ടി ഇടിച്ച് മരണം സംഭവിച്ചു. ഈ കുഞ്ഞ് വണ്ടി പൊട്ടിപ്പൊളിച്ചിട്ടാണ് കുട്ടികളെയും അമ്മനെയൊക്കെ എടുക്കുന്നത്. പക്ഷേ ഈ കുഞ്ഞിൻ്റെ പുറംഭാഗം ഇങ്ങനെ പൊള്ള പോലെ കീറിയിട്ട്, കുത്തി കീറിയിട്ട് പൊള്ള പോലെ ഇരിക്കണം. ഈ കുഞ്ഞിന് അമ്മ മാറോട് ചേർത്ത് വെച്ചിരിക്കണ പോലെ തന്നെയായിരുന്നു ഡെഡ് ബോഡി മോർച്ചറിയിൽ കൊണ്ടുവന്ന് കിടത്തിരിക്കണേ. ഞാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ ചേരോട് ചേർത്ത് ഒരു ബോഡി, ഒരു ടേബിളിൽ ഈ അമ്മയും കുഞ്ഞും കിടക്കുക, ഇങ്ങനെ കിടക്കുക കുട്ടി. അപ്പോൾ ഇപ്പുറത്തേൽ അച്ചാച്ചൻ കിടക്കുന്നുണ്ട്. കുട്ടിയുടെ ഒരു കൊച്ചിന് വേറെ ഹോസ്പിറ്റലിലാണ് ബോഡി. അപ്പോൾ അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചെന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ ചുമോൾ അന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആ അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വർക്ക് എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. മോള് ഫിക്സ് ആയിട്ട്. അപ്പോൾ മൂത്ത ആളെ ഞാൻ ഹോസ്പിറ്റലിൽ റൂമിലാക്കിയിട്ടാണ് ഞാൻ പോയി. അപ്പോൾ അതിന് നേരത്ത് ഞാനൊരു അമ്മയാണ്. എൻ്റെ അച്ഛൻ്റെ പ്രായമൊക്കെ ഉള്ളൊരു മോള് അത് കിടക്കുന്ന ഇന്നും ഞാൻ മറക്കാത്തൊരു രംഗമാണ്. എന്ന് വെച്ചാൽ അത് നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ഒരു ടേബിളിൽ തന്നെയാണ് ആ കുഞ്ഞിനെ 2 ആളെയും കൂടെ ഇങ്ങനെ കിടത്തിയിരിക്കുന്നത്. അതെന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4 ബോഡിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു എൻ്റെ മൂത്ത മോളൊക്കെ പ്രായമുള്ളൊരു കുഞ്ഞ്,
അവളെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിട്ട് ടൂറ് പോവാമെന്നും പറഞ്ഞ് അച്ഛൻ സന്തോഷിപ്പിച്ച് ബാഗിൽ തുണികളൊക്കെ അടക്കി വെച്ച് കുഞ്ഞുമക്കൾ സന്തോഷമായിട്ട് സ്കൂളിൽ കൂട്ടുകാരത്തിലും മാഷുമാരോടും പറഞ്ഞ് ഞങ്ങൾ നാളെ ടൂറ് പോവുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അവരെ സന്തോഷം പോകുന്ന ഒരു അവസ്ഥ തന്നെ നമ്മളെ ഓർക്കണേ, നമ്മളെ മക്കളെ ഓർക്കണേ, അതെന്നെ വല്ലാണ്ട് അതനുഭവിച്ചു. ആ കുഞ്ഞിൻ്റെ കിടപ്പ് തന്നെ ഒട്ടും എനിക്ക് എൻ്റെ വിഷ്ണുവിൻ്റെ രൂപമാണ് എനിക്ക് തോന്നിയത്. ചില ബോഡികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും +1 പഠിക്കുന്ന കുട്ടികളും നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുമ്പോഴൊക്കെ നമുക്കത് ചെന്നെടുക്കണ നേരത്ത് എനിക്ക് അത്രയും പ്രായമുള്ള മക്കളുള്ളതിൻ്റെ പേരിലാവാം ഞാൻ വല്ലാണ്ട് എൻ്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ഈറന്നാണ്. അതല്ലാണ്ട് തന്നെ ഫീൽ ചെയ്യണതാണ്. ഇതിലൊരു ഫോട്ടോഗ്രാഫറാവെന്ന് വിചാരിച്ചിട്ടില്ലേ. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഫേസ് ചെയ്യാൻ നിൽക്കാത്തവളാണ് ഞാൻ. ഞാനിന്ന് ക്യാമറ പിടിച്ച് ലോകം അറിയുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്നൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്, ഒരു ബോണസ്. എത്ര വർഷമായി ഇപ്പം ഈ ഫോട്ടോഗ്രാഫി? 24 വർഷമായല്ലേ? ഞാൻ 2002 ഈ ഫീൽഡിലേക്ക് കയറുന്നത്. അതല്ലേ? അപ്പോഴൊക്കെ ഒന്നും ഒരിക്കലും നമ്മൾ ഫോട്ടോഗ്രാഫർ ആവാൻ വേണ്ടി കയറിയതൊന്നല്ല. ഒരു റിസപ്ഷനിലാണ് ഞാൻ ആദ്യം എടുത്ത ഫോട്ടോസ്. ഞാൻ ഡെഡ് ഫോട്ടോ എടുത്തൊരു 3 വയസ്സായ കുഞ്ഞിന്റെ കിണറ്റിലും അമ്മയിട്ട് കൊന്നതാ. അതെടുക്കാൻ സ്വന്തം അമ്മ. പിതാവ് ഉണ്ടായിരുന്ന വീട്ടില്? പിതാവ് ഗൾഫിലായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോസ് എടുത്തു. അതൊക്കെ ഭയങ്കര എന്നെ വല്ലാണ്ട് വേദന വെച്ച് കരച്ചിൽ തന്നെയായിരുന്നു ഫസ്റ്റ് എടുത്തത്. പിന്നെ രണ്ടാമത് സ്റ്റേഷനിൽ പോയെടുത്തിട്ട് ഒരു മാല കെട്ടൊരു സ്ത്രീയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റേഷനിൽ കയറി എടുക്കണത്. പിന്നെ അത് വീണ്ടും എല്ലാം പോയി ഇപ്പോഴും എടുക്കുന്നുണ്ട്. കഞ്ചാവും എല്ലാ സാധനവും ഞാൻ കണ്ടിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ വേണം. ഇപ്പൊ കോടതിയിൽ പോകുമ്പോൾ എല്ലാ സ്റ്റേഷനിലും കഞ്ചാവും മയക്കുമരുന്നൊക്കെ പിടിക്കാൻ ഫുള്ളും നമ്മളാണ് പോയി എടുക്കുന്നത്. അത് കാരണം ഞാൻ പറയും എല്ലാ മയക്കുമരുന്ന് ഞാൻ കണ്ട് എന്ന് പറയുള്ളൂ. എല്ലാ സൈസും ഇവിടെ പിടിച്ചിട്ട് നമ്മൾ പോയി ഫോട്ടോസ് എടുക്കണം. ഇപ്പൊ ജഡ്ജിന് മുന്നിൽ തന്നെ അതിൻ്റെ അത്ര തൂക്കം നോക്കിക്കൊണ്ട് അത് നമ്മൾ എടുത്തു കൊടുക്കണത്, പ്രിന്റ് അടിച്ചൊക്കെ കൊടുക്കും. അപ്പം എല്ലാ കാര്യങ്ങളും പോയിന്റ് ഔട്ട് ചെയ്തൊരു കേസിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ആവശ്യകതയുള്ള ഒരാളാണ് ഈ ഡ്യൂട്ടിയെ സംബന്ധിച്ച്. ചേച്ചി എല്ലാ തെളിവുകൾക്കും ഒരു കാരണങ്ങൾ നിരത്താനായിട്ട് ചേച്ചിയുടെ ഫോട്ടോ വളരെയധികം വഴി തെളിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഈശ്വരന്റെ ഒരു നിയോഗം, ഈശ്വരന്റെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് ഈശ്വരന്റെ ഒരു അനുഗ്രഹം, ഒരു ഇടപെടലുണ്ടല്ലോ. ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ആ ഒരു സമയത്ത് ചേച്ചിയുടെ മൈൻഡിലേക്ക് ചേച്ചി വേറെ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് രൂപാന്തരപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ ഇവിടുന്ന് പോണ ആളേ അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 10 മണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് രാത്രി. കുട്ടികളോട് പറയുമ്പോൾ അതിൽ കൂട്ടി കിടന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഭീഷണികൾ അങ്ങനെ വല്ലതും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒന്നും ദൈവത്തിന്റെ കൃപ കൊണ്ട് അങ്ങനെ ആരും ഒന്നില്ലേ. എന്താണെന്ന് വിളിച്ചു പറയോ? സ്റ്റേഷനിൽ നിന്ന് ഇവർ ഇറങ്ങിയിട്ടുണ്ടാവും. ഇവര് സ്പോട്ടിലായിരിക്കും. അപ്പൊ അവര് ഇന്ന വഴിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവുള്ളൂ, റൂട്ട് പറഞ്ഞു. ഞാൻ മോഹൻലാൽ പറയുന്നോട് ചോദിച്ചു പോകും. മാപ്പോക്കാറില്ല, സത്യമാണ്. ഞാൻ മാപ്പ് ഇവര് മാപ്പൊക്കെ ഇടും. ഞാൻ മാപ്പോക്കാനൊന്നും നേരമില്ല. ചിലപ്പോ മാപ്പും ചിലപ്പോൾ വഴി തെറ്റിക്കും. അതിനും വേദം ചോദിച്ചു പോകുന്നതാണല്ലോ എല്ലാവരും അറിയുന്നത്. ഇവിടെ വന്ന എല്ലാ ആൾക്കാരും ചേച്ചിനെ അറിയില്ല. ഇവിടുന്ന് ഈ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ആണെങ്കിലും ചേച്ചിനെ അറിയാത്തവരാരും ഇല്ല അല്ലേ? ഇവിടെ എല്ലാവരും അറിയും. ഇവിടെ എന്നല്ല, ഇപ്പൊ 14 ജില്ലയിൽ തന്നെ അത്യാവശ്യം തന്നെ അറിയും. ഇന്ത്യയിൽ തന്നെ അറിയും, അത്യാവശ്യം അറിയും. ഇപ്പൊ നമ്മളെ വെബ് സീരിയല് തമിഴിലേക്ക് എൻ്റെ സ്റ്റോറി ആമസോൺ കമ്പനി അഗ്രിമെന്റ് ചെയ്ത് പോയിട്ടുണ്ട്. KR സുനിച്ചേട്ടൻ അറിയില്ലേ? നമ്മുടെ തുടരും സിനിമയുടെ റേറ്റിംഗ് എഴുത്തുകാരൻ സുനിച്ചേട്ടൻ, തുടരും സിനിമ. അതാണ് എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത് സുനിച്ചേട്ടൻ എൻ്റെ ബുക്ക് സ്റ്റോറി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ബുക്കായി. ഒരു സീരിയലിനെ വെല്ലുന്ന രീതിയിലുള്ള കഥകളുണ്ടല്ലോ പറയാനായിട്ട്. കഥയുണ്ട്, ഇന്നും ഇന്നലെയും കൊണ്ട് തീരുന്ന കഥകളൊന്നും അല്ല. ഇപ്പൊ പോയതെല്ലാം ചേച്ചിയുടെ മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? ചേച്ചി എന്തെങ്കിലും ഡയറി അങ്ങനെ എഴുതി സൂക്ഷിക്കാറുണ്ടോ? ഒന്നും വേണ്ട, എൻ്റെ മനസ്സ് തന്നെ എല്ലാം ഉണ്ട്. ഒന്നും വേണ്ട, എൻ്റെ മനസ്സിൽ തന്നെ ഒന്നും ആയാണ്ട് എടുക്കുന്നത് അനുഭവമല്ലേ. കമ്പ്യൂട്ടറായിട്ട് തന്നെ ഉണ്ട് അനുഭവം. ഇപ്പൊ കോളേജുകളിലേക്ക് ഓരോ കോളേജിലേക്ക് എന്നെ വിളിക്കും. ഇങ്ങനെ ഒരു മോട്ടിവേഷനായിട്ടായിരിക്കും. ഇൻക്വസ്റ്റ് എന്നത് എന്താണ്, ബിന്ദുവിനെ കുറിച്ച് 2 വാക്ക് പറയാനായിട്ട് ഇന്ന് ഞങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാൻ 3-4 കോളേജുകളിലേക്ക് വിളിക്കുമ്പോഴും ഞാനൊരു പ്രിപ്പയർഡ് അല്ല. ഞാനൊരു സാധനത്തിന് എനിക്ക് ഇവിടെ നിന്ന് പോകും. അവർ ചോദിക്കുന്ന ഉത്തരങ്ങളുണ്ടാവും എനിക്ക് കൊടുക്കാനായിട്ട്. വെറുതെ എന്തെങ്കിലും വാചാലനാവുന്നതിന് നല്ലത് അവരിങ്ങോട്ട് ചോദിക്കണം. ഞാൻ പറയാറുണ്ട്, എന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താ അറിയണ്ടേ അതിങ്ങോട്ട് ചോദിക്കുക, എനിക്കറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ അവർ ചോദിക്കുന്നതൊക്കെ ഞാൻ കണ്ടതും കേട്ടതും പഠിച്ചതും ചെയ്തതുമായ കാര്യങ്ങളാണ്. അതെനിക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഒരു ഇൻക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇൻക്വസ്റ്റ് എന്താണ് എന്നാൽ അത് കാണിച്ചു കൊടുക്കും. ഞാൻ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ
നമുക്ക് കാണാൻ പറ്റാവുന്ന ബോഡികളാണെന്നുണ്ടെങ്കിൽ അത് കാണിച്ച് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ചേച്ചി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഈ ഓരോ വർഷങ്ങൾ ചെല്ലുന്തോറും കൊലപാതകങ്ങളുടെ എണ്ണം കൂടി വരുവാണ്. ആത്മഹത്യ കൂടി വരണം. ആത്മഹത്യ ഒത്തിരി കൂടി വരും. ആത്മഹത്യ കൂടി വരുന്നല്ലേ? കൊലപാതകങ്ങളൊക്കെ ഹാങ്ങിങ് ആണ് കൂടുതൽ. ഞാൻ എടുത്തതിൽ കൂടുതൽ ഹാങ്ങിങ് ആണ്. പിന്നെ വെള്ളത്തിൽ ചാടി മരിക്കണതൊക്കെ ഉണ്ട്, പിന്നെ വിഷം കഴിച്ച് മരിക്കണത്, മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തണം എന്നൊക്കെ പറയണത് ഭയങ്കരമായിട്ടുള്ള മരണങ്ങളും. എന്ന് വെച്ചാൽ കത്തിക്കരിഞ്ഞ് ഒരു നല്ലൊരു ഉണങ്ങിയ മടൽ ഒരു വിറക് പൊടി കത്തിക്കരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആവും ചില ബോഡികൾ. ഒരു ഇത്തിരി കോളാവും. നമ്മൾ ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു പോകുന്ന പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. ഇന്നലെ വരെ ഓടി നടന്നിരുന്ന ഒരു മനുഷ്യൻ അങ്ങനെ. അതൊക്കെ നമ്മളെ വല്ലാണ്ട് പ്രയാസം ഉണ്ടാക്കാറുണ്ട്. കുട്ടീനെയും അമ്മയും കൂടെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്, അത് എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണത്. അമ്മ കൊച്ചിൻ്റെ മേത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചു. പക്ഷേ ഞാൻ ബോഡി എടുക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അറിയാതെ ഫോട്ടോ എടുത്ത്, എനിക്ക് അറിയില്ലായിരുന്നു അവളെ കൃഷ്ണ എന്നായിരുന്നു പേര്, കൃഷ്ണയാണ് മരിച്ചെടുക്കണേന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫോട്ടോസ് എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ അവളെ ഹസ്ബൻഡ് പുറത്ത് നിൽക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താണ് ഇവിടെ, ആരാണത് എന്ന് ചോദിക്കുകയാണ് ഞാൻ. അത് കൃഷ്ണയാണ് ചേച്ചി എന്ന് പറയുന്നൊരു രംഗമുണ്ട് നേരത്ത്. എനിക്ക് പിന്നെ അത് പിടിച്ചെടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഓടി മോർച്ചറി കയറിയതാണ് ഒന്നും കൂടെ അവളെ കാണാൻ പറ്റാത്തൊരു രംഗമായിരുന്നു. വെച്ചാൽ സുന്ദരി മോളാണ്, നല്ല രസമായിരുന്നു അവളെ കാണാൻ. അത് കരിഞ്ഞ് കിടക്കണത് എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവളെ മോളെ ഇപ്പോഴും അവർക്ക് അറിയില്ല. വെളുപ്പിന് എവിടെ യാത്ര പോകാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ പെട്രോൾ മേടിച്ച് വെച്ചതാണ്. ആ പെട്രോൾ എടുത്തിട്ടാണ് ഈ ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷത്തെ തോന്നലല്ലേ, എന്തെങ്കിലും ഒരു സെക്കൻഡ്, ഒരു പൂച്ച കരയുന്ന വന്നാൽ ചിലപ്പോൾ ആരെങ്കിലും ഒരു ഫോൺ കോൾ വന്നാൽ ചിലപ്പോൾ അത് മാറിപ്പോകും. കുഞ്ഞിനെ ചെയ്തോളൂ. കുഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരിച്ചിട്ട് മുന്നേ എത്തിച്ചെങ്കിലും മരണം അവിടെ സംഭവിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ കുഞ്ഞിനെയും പോയി ഫോട്ടോസ് എടുക്കുമ്പോൾ ആ കുഞ്ഞൊക്കെ എടുക്കുന്ന ഒരു ഓർമ്മയൊക്കെ എൻ്റെ കണ്ണിൽ നിന്ന് പോണില്ല. ഈ ആത്മഹത്യ കൊലപാതകമാണെന്ന് തോന്നിയ ടൈമുണ്ടോ? ആത്മഹത്യ കൊലപാതകം ആണെന്ന് തോന്നിയ ടൈമെന്ന് വെച്ചാൽ അതിനെ പ്രേരിപ്പിച്ചതുണ്ട്. മരിക്കാൻ പ്രേരിപ്പിച്ച കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കേസും അവരിപ്പോഴും ജയിലിൽ തന്നെയാണ്. അവരമ്മായിമ്മയും ഭർത്താവൊക്കെ പ്രേരിപ്പിച്ചിട്ട് അത് മരിച്ചിട്ടുണ്ട്. അവള് വോയിസ് റെക്കോർഡ് കിട്ടി. അങ്ങനെ ഒരു മുസ്ലിം കുട്ടിയാണ്. അവൾ ഗർഭിണിയായിരുന്നു. ഗർഭമായേനെയാണ് പീഡനം ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വീണ്ടും ഗർഭം ധരിച്ചത്. പോലീസുകാരും ചോദിക്കാറുണ്ടോ ഇങ്ങനെ എന്താ അഭിപ്രായം എന്താന്ന് ചോദിക്കാറുണ്ടോ? ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഞങ്ങളൊക്കെ ഫീൽഡ് വർക്കിന് പോയി കഴിയുമ്പോൾ ഞങ്ങളെ ഇപ്പം ആലപ്പുഴയിൽ നിന്ന് ഇപ്പം ചേർത്തല സെബാസ്റ്റ്യന്റെ തിരോധാനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസുകാർ ഇന്ന് പോയിട്ട് എന്തായി, ഞങ്ങൾക്ക് തരാനായിട്ട് എന്തെങ്കിലും എവിടെ നല്ല ഫോറൻസിക് ഒക്കെ ആണെങ്കിലും ഞങ്ങൾ വിളിച്ച് കാര്യങ്ങൾ കുറച്ച് തിരക്കാറുണ്ട്. ഇതിപ്പോൾ അവരും കൂടെ നിന്നിട്ടല്ലേ നമുക്ക് ഇൻക്വസ്റ്റ് ചെയ്യണത്. അത് കാരണം അവർക്കും കൂടെ അറിയാവുന്ന തെളിവുകളായിരിക്കും കൂടുതൽ. അപ്പം അത് കാരണം നമുക്ക് അവരോട് പറയാം. പക്ഷെ നമ്മൾ പുറത്ത് വരുമ്പോൾ ചാനലുകാർ നമ്മളെ കൂടും. ബിന്ദു ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്, ബിന്ദു ചേച്ചിയുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ബോഡി അന്ന് ഈ പറഞ്ഞ പോലെ 4 ബോഡി ഞാൻ പറഞ്ഞില്ല, ഭാര്യ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതുവരെ അവരുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ബോധമൊന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പം അത് എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് ആ സ്ത്രീയുടെ ശരീരത്തിൽ എന്തുകൊണ്ട് പുഴുക്കൾ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറയാൻ പറ്റാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർ 3 പേരും വിഷം കഴിച്ചിട്ടുണ്ട്. വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വേഗം പുഴുക്കൾ വരാൻ സാധ്യത വരും. പക്ഷെ ആ സ്ത്രീനെ വായ പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ വിഷം ഉള്ളിൽ ചെന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെയാണ് അവരെ മരണം വൈകിയതും പുഴുക്കൾ കൂടുതൽ പെട്ടെന്ന് വരാൻ വൈകിയതൊക്കെയാണ്. അപ്പോൾ അത് 2 വ്യത്യാസങ്ങൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഈ ട്രെയിനിന്റെ മുന്നിൽ ചാടിയ പറയുന്നത് മാംസകഷ്ണങ്ങൾ മാത്രമേ ഉണ്ടാവും. അതൊക്കെ എങ്ങനെ നമുക്ക് പറക്കിയെടുക്കും? എന്നിട്ട് അത് ഒന്നിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കും അല്ലേ? ഉള്ള സ്പോട്ടിലൊക്കെ എടുക്കും. വീണ് കിടക്കുന്നത് നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കണം. പിന്നെ ബാക്കി ഒന്നിച്ച് ഇപ്പോൾ ഒരു 29 ദിവസത്തെ ഒരു
ബോഡി എന്ന് പറയുന്ന ഒരു ഇക്ക, അത് ഇങ്ങനെ പുളി കച്ചവടത്തിനൊക്കെ പോണ ഒരാളാണ്. അപ്പോൾ അയാളിങ്ങനെ പുളി കച്ചവടത്തിനായ മരങ്ങൾ തേടി ഇങ്ങനെ പറമ്പുകളിൽ നടന്നിട്ട് ആ ഒരു പറമ്പിൽ വീണ് കിടന്നത് ആരും കണ്ടില്ല. 29ാമത്തെ ദിവസം ഈ കുടുംബശ്രീ പെണ്ണുങ്ങൾ ഈ തെങ്ങിൻതാടൊക്കെ തുറക്കാൻ പോവുമല്ല, പുല്ല് വെട്ടാനൊക്കെ പോവില്ലേ, അങ്ങനെ ഒരു പറമ്പിൽ പുല്ല് വെട്ടാൻ പോയപ്പോൾ തലോട് ഒരു പറമ്പിൽ, കൈകാലുകളുടെ എല്ലുകൾ ഒരു പറമ്പിൽ, അങ്ങനെ കണ്ടപ്പോഴാണ് കേസ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് അനുസരിച്ച് വന്നപ്പോഴാണ് ഇയാളെ കാണാതെ കാണാനില്ല എന്ന് പറഞ്ഞ ദിവസങ്ങളോളം പത്രത്തിൽ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മരിച്ച അന്ന് പോലും പലരും അവിടെ നിന്ന് പറയുന്നുണ്ട്, അയ്യോ ഇന്നലെ ഞാൻ കണ്ടല്ലോ അവിടെ ഇയാളെ എന്ന് പറയുന്ന ജനം അത്രയ്ക്ക് എന്ത് പറയാനും മടിയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഈ തലോട് അപ്പുറത്തെ പറമ്പിൽ നിർത്തുകൊണ്ടാന്ന് വെച്ചിരിക്കുന്നത്, കൈയിൻ്റെ എല്ലുകളൊക്കെ വേറെ പറമ്പിൽ നിർത്തും, കാലുകൾ ഒന്നുമില്ല എല്ലാനും. പിന്നെ കിടക്കുന്ന ഒരു ഷർട്ട്, ആ ഷർട്ടിൻ്റെ ഉള്ളിൽ 2 വീടി വലിക്കുന്ന വീടി, ആ ഷർട്ട് മാത്രം. അപ്പോൾ ഇത് എല്ലുകൾ മാത്രമേ ഈ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. കാലിൻ്റെ എല്ലുകളൊക്കെ പട്ടി കടിച്ച് അവിടെ ഇവിടെ പോകുന്നത്, തലോടൊന്നും കാണാനില്ല, വാരിയെല്ലൊന്നും കാണാനില്ല. അതൊക്കെ പറിക്കുക, പറമ്പ് മുഴുവൻ നടന്നും പട്ടികളെ കടിച്ച് തിന്നതും കടിക്കാത്തതൊക്കെ കിട്ടിയതൊക്കെ കൊണ്ടുവന്ന് ഒരു ടേബിളിൽ നിരത്തി വെച്ചിട്ട് ഫോറൻസിക്കിൻ്റെ ഫോട്ടോഗ്രാഫർമാരായിരുന്നു ഡോക്ടേഴ്സ്, ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം മെഡിക്കൽ ഡോക്ടേഴ്സും വന്നിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു, ഫോട്ടോസ് എടുക്കണം, നമുക്ക് വീഡിയോ കവർ ചെയ്ത് കൊടുക്കണം. മനുഷ്യൻ തോന്നി ഇത്രയൊക്കെ ഉള്ളല്ലേ കൊച്ച്. എനിക്ക് 2 മക്കളാണ്. ഒന്ന് മൂത്താൾ വിഷ്ണുപ്രിയ, അവളിപ്പോൾ +2 കഴിഞ്ഞിട്ടിരിക്കുന്നു. 2ാമത്തെ ആളാണ് ഓട്ടിസം ബാധിച്ച മോള്. അവൾക്ക് 6ാം മാസം തുടങ്ങിയാണ് ജനിച്ച 6ാം മാസം തുടങ്ങി അവൾക്ക് ഫിക്സ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 1.5 വയസ്സായപ്പോഴത്തേക്കും ഇവൾക്ക് അമന്ന് കെടുക്കാനും ഇരിക്കാനൊക്കെ ചെയ്യാത്തതിൻ്റെ വലിയ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ MRI ചെയ്തപ്പോഴാണ് എക്കോ ടെസ്റ്റൊക്കെ ചെയ്തതിൽ കണ്ടത് ഇവൾക്ക് ബ്രെയിനിൽ വളർച്ചക്കുറവ്. അന്ന് തുടങ്ങുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒത്തിരി സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും വയലൻ്റ് ആവും കുഞ്ഞ്. എനിക്ക് ഓടുകയും എന്തെങ്കിലുമൊക്കെ എടുത്ത് പറക്കിയിടുകയും വിസർജനമൊന്നും എന്താണെന്ന് പറയില്ല, അവളെ കാര്യങ്ങളൊന്നും പറയില്ല, സംസാരിക്കില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വലിയ പുരോഗമനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെറിയ വ്യത്യാസങ്ങളായി. ഇപ്പോൾ 16 വയസ്സായി. ഇപ്പോഴും ഞാൻ കെട്ടിയിരുന്നു, സ്പെഷ്യൽ സ്കൂളിലേക്കാണ് വിടണം. കെട്ടി കൊച്ചു അഴിക്കാനായിട്ട് ഇല്ല, അഴിച്ചിട്ടില്ല. ബാക്കിൽ ഇങ്ങനെ ഷാളുകൊണ്ട് ഒന്ന് ലൂസായിട്ടിരുന്നതാണ്. അവളോട് ഇരുന്നൊക്കെ കളിച്ചോളും. എനിക്ക് ഇവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. ആരോഗ്യമുള്ള ഇല്ല, ഭക്ഷണം എടുത്താലും കടിച്ച് മുറിച്ച് തിന്നൂല, ഒറ്റ കടിക്ക് വിഴുങ്ങും. അതായിരുന്നു നമ്മളെല്ലാനും ഇങ്ങനെ പൊടിച്ചൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. ആദ്യത്തേലൊക്കെ ഇത്തിരി വ്യത്യാസം അവൾക്ക് തോന്നി. ഇപ്പം 16 വയസ്സായപ്പോഴും ഒരു 1 വയസ്സ് 2 വയസ്സിൽ വരുന്ന കുട്ടികളെ വ്യത്യാസം പോലെ ചെറുത്. ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഡോക്ടർമാർ നല്ല രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊച്ചിന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് നമുക്ക് പരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിനെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ മനസ്സിൽ? ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ചെന്നൈ വരെ നമ്മൾ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ആൾക്കാരുടെ സഹായം കൂടി തന്നെയാണ് ഇവളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ ഈ വീട് പോലും സഹായം കൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവളെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് അവളെ മരണം വരെ നമ്മൾക്കത് ആവശ്യമാണ്. അതെ, ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ആവും എന്നൊരു പ്രതീക്ഷയോടുകൂടി ചെറുതായിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നടക്കണൊക്കെ ഉണ്ട്, നടന്നിരുന്നില്ല ആള്. ഇപ്പം പതിയൊക്കെ നടക്കുകയൊക്കെ ചെയ്യും, കൈമ പിടിച്ചിക്കണം, നടത്തിയൊക്കെ കൊണ്ടുപോവുക. അത് നടന്നിരുന്നില്ല, നമ്മുടെ അടുത്തുകൊണ്ട് തന്നെ പോകുകയൊക്കെ ചെയ്യും. ഇപ്പം അറിയാം, അവളെ ചുറ്റുമുള്ളവരെ അവൾക്ക് അറിയാം. അവള് ഫസ്റ്റ് അമ്മ 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 എന്ന് മാത്രം വിളിച്ചിരുന്ന കൊച്ചി ഇപ്പൊ സംസാരം ഒന്നും ഇല്ലാണ്ടായതാണ്. അവൾ അച്ചാച്ചൻ അച്ചമ്മ എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പോയി. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു വിളിക്കും, ബുന്തു എന്ന് വിളിക്കും. ഇവർ വിളിക്കണ കേട്ടിട്ട് ബുന്തോന്ന് വിളിക്കുള്ളൂ തന്നെ. 6 മാസം വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. 6 മാസം എന്തെങ്കിലും കുത്തിവെപ്പോ അങ്ങനെ വല്ല പനിയോ അങ്ങനെ വല്ലോ? ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഫിക്സ് വന്നു, സാധാരണ കുട്ടികൾക്ക് വരുന്ന പോലെ ഫിക്സ് വന്നെങ്കിലും നമുക്കറിയില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ 6 വയസ്സ് വരെയൊക്കെ ചില പിള്ളേർക്ക് ഫിക്സ് ഉണ്ടാവും, അതിന് മെഡിസിൻ കൊടുത്താൽ മതി. പക്ഷേ 1 വയസ്സ് കഴിഞ്ഞിട്ട് കമന്ന് കിടക്കുകയും നിവർന്നിരിക്കുകയൊന്നും ചെയ്യണം. നട്ടെല്ലിനൊക്കെ ബലം കുറവൊക്കെ ആയിരുന്നു അവൾക്ക്, ബ്രെയിനിൽ വളർച്ച കുറവൊക്കെ വന്ന് അന്ന് തുടങ്ങിയുള്ള ട്രീറ്റ്മെൻറ്റ് ഇന്നും ഒരു മരുന്ന് കുറയ്ക്കാണ്ട് 2 നേരവും 3 നേരവും ഒക്കെയാണ് മരുന്ന്.
മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഇപ്പോഴും മരുന്ന്. അയ്യോ ഒട്ടും മുടക്കാൻ പറ്റില്ല. ഇന്നലെയൊക്കെ ഫിക്സ് വന്ന് വീണു, സ്കൂളിൽ തലടിച്ച് വീണു ആള്. ഞാൻ പോയി ഓട്ടോറിച്ച് വന്ന് ഹോസ്പിറ്റലിലാക്കിയതൊക്കെ. പക്ഷെ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഉറക്കത്തിൽ വരും, നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും വരും, ഫിക്സ് വന്ന് വീഴണം. എത്ര നാൾ കൂടുമ്പോ അങ്ങനെ വല്ല ദിവസങ്ങൾ വല്ലതും ഉണ്ടോ? ദിവസം 3 പ്രാവശ്യമൊക്കെ വരും. അങ്ങനെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒന്ന് ഡിലേ വരുന്നതാണ് മരുന്നിന്റെ ഒരു ഇതിൽ. ഇപ്പൊ വരുമ്പോ ഫിക്സ് വരുമ്പോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, മിനിറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എത്തിക്കും. അവിടെ ഇഞ്ചക്ഷൻ കൊടുത്ത് കുറച്ചു നേരം കിടത്തിയിട്ട് കൊണ്ടുവരും. നന്നായിട്ട് കെയർ ചെയ്യണം അല്ലേ? അവളെ മാത്രം നോക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ അവളെ മാത്രം നോക്കി വന്നാൽ എൻ്റെ കാര്യങ്ങളൊക്കെ, മക്കളെ കാര്യങ്ങളൊക്കെ വേറെ ആരുമില്ല നോക്കാൻ. അപ്പൊ ഞാൻ തന്നെ വേണം. സാമ്പത്തികമായിട്ട് ചേച്ചി ജോലിക്ക് പോയിട്ട് വേണം. എനിക്ക് സ്ഥിര വരുമാനമല്ല. അപ്പം നമുക്ക് കിട്ടുന്ന വർക്കുകളിൽ കിട്ടുന്ന വരുമാനം തന്നെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇത്രയും നാളൊക്കെ ഒരു സഹായത്തിലൊക്കെ തന്നെയാണ് പോയിരുന്നത്. ഇനിയും അവളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ നല്ല വർക്ക് തന്നെ വേണം. മൂത്ത കൊച്ച് അവള് +2 കഴിഞ്ഞ് നഴ്സിങ്ങിന് പോകണമെന്ന് ആഗ്രഹം പറയുന്നുണ്ട്. അപ്പൊ അതിനൊന്ന് പഠിപ്പിക്കണം. പഠിക്കാനൊക്കെ മിടിക്കായിരുന്നു അവള് മിടിക്കുക, പോവാനൊക്കെ ഇഷ്ടമാണ്. അവൾക്ക് സ്വയം ഒരു പക്വത ഉണ്ട്, പ്രായത്തിനേം കൂടുതൽ ഒരു പക്വത. കുട്ടിയുടെ പേരെന്താ? വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ. ഇളയത്? മൂത്ത ആളാണ് വിഷ്ണുപ്രിയ, വയ്യാത്ത ആളാണ് ഇളയത്. ഇളയ കൊച്ചിന്റെ പേര് ശ്രീലക്ഷ്മി. എച്ചിമ്മിന്ന് വിളിക്കും. എങ്ങനെ വിളിക്കുന്നത്? എച്ചിമ്മി. ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെന്നൈയിലായിരുന്നു അവളെ ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്. നമ്മ എല്ലാ മാസം അവിടേക്ക് പോയി തെറാപ്പിയാണ് ചെയ്തിരുന്നത്. അതിപ്പോ പോവാൻ പറ്റണില്ല അങ്ങോട്ട്. ഇപ്പൊ ഇവിടെ ന്യൂറോനാണ് ഞാൻ കാണിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു വൈദ്യന്റെ മരുന്നുണ്ട്, രണ്ടും കൂടിയാണ് ഗുണം. വൈദ്യന്റെ മരുന്ന് ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ടോ? അതൊരു പ്രായം വരെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വൈദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തേണ്ടി വന്നിട്ട് നമ്മള്. ആരമ്മത്? പേരെങ്ങനെയാന്ന് പറഞ്ഞേ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി അറിയോ? ചിരിക്കുന്നുണ്ടല്ലോ അവള്. അറിയോടി? വാവേ ശ്രീലക്ഷ്മിയെ. ഇങ്ങനെ ഇരിക്കുമ്പോളേ ആൾക്കൊരു ഇഷ്ടത്തിനൊക്കെ ഇങ്ങനെ ഇരിക്കണം. കാലുമല്ല കാല് കയറ്റി വെക്കണം. അതൊക്കെയാണ് കാലൊക്കെ ഇഷ്ടമുള്ളിടത്തേക്ക് വിടും. അതെ, കാലൊക്കെ ഇഷ്ടമുള്ള മനസ്സിലായി അല്ലേ ചുമോളെ? ഇങ്ങോട്ട് നോക്കി, കാലൊക്കെ ചുമ്മാ എറിഞ്ഞു വിടുവാണോ? എന്തോ അസ്വസ്ഥത ഉണ്ട് ആൾക്ക്. അങ്ങനെ ആവുമ്പോഴാണ് തലക്കൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. 2-3 ദിവസമായിട്ടുണ്ട് എന്തോ വയ്യായോട് വരുത്തുന്നുണ്ട്. ന്യൂമോണിയ വന്ന് ഭയങ്കര സീരിയസ് ആയതാണ്. കിട്ടുമെന്ന് വിചാരിച്ചതല്ല, ആസ്ട്രോയില് കൊണ്ടുപോയിട്ടാണ് ജീവൻ രക്ഷപ്പെടുത്തിയത്. എന്നായിരുന്നു ന്യൂമോണിയ വന്നേ? 2 മാസത്തിന് മുന്നായിട്ടുള്ളൂ. 2 മാസം മുമ്പില് അങ്ങനെ മേലതായി പോയായിരുന്നല്ലേ? ഭയങ്കര സീരിയസ് ആയി പോയി എന്ന് പറഞ്ഞു എന്നോട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൽ നിന്നൊക്കെ ഇങ്ങനെ റിക്കവറായിട്ട് പോന്നു. ലെൻസിലേക്ക് ഇൻഫെക്ഷനായി ആൾക്ക്. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നാണ്, സ്കൂളിൽ നിന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന്. ഇവിടെ അയറിലായിരുന്നു. സ്കൂളിൽ പോകുന്നുണ്ട്? പോകുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂളിൽ വിടാണ്ട് പറ്റില്ല എനിക്ക്. ഇവിടെ ഇവിടെ ഇട്ടിച്ച് പോകാൻ പറ്റില്ല. അപ്പം അതാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ തടി വയ്ക്കണം അവൾക്ക് പെട്ടെന്ന്. രാത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കെട്ടിയിടുന്നൊക്കെ അന്നൊരു വാർത്ത വന്നായിരുന്നു. അത് ഇപ്പോഴും ഉണ്ടോ? അങ്ങനെ കെട്ടിയിടണം, ഇപ്പോഴും കെട്ടിയിടണം. അതെല്ലേ? നമ്മളെപ്പോഴും ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഷാളുകൊണ്ട് ഇവിടെ അരയിൽ കെട്ടി ഇവിടെ ഇരുന്ന് TV ഒക്കെ കണ്ടു കുത്തിയിരുന്നോളൂ. അതെല്ലേ? പിന്നെ ഇങ്ങനെ നടക്കുമ്പോൾ ചില പിക്ചറിന് വീഴും. പല്ലൊക്കെ പോയിട്ടിരിക്കണ, പല്ലൊക്കെ നിലത്ത് ഇടിക്കും. വീണ് കമന്ന് വീണിട്ട് പല്ലൊക്കെ തെറിച്ച് പോയി. ഫിക്സ് വന്നിട്ട് പെട്ടെന്നാണ് ഇടിഞ്ഞ് വീഴ. അപ്പം അത് തല മുഴുവനും സ്റ്റിച്ചിട്ട് ചെയ്യിക്കുന്നതാണ്. വീണ് പൊട്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഒരുപാട് പൊട്ടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ ചെരിഞ്ഞൊക്കെ വീണിട്ടൊക്കെ തല മുട്ടി വീഴുന്നത്. താടി ഇവിടെയൊക്കെ സ്റ്റിച്ചാണ്. തല മുഴുവനും സ്റ്റിച്ചാണ്. ഇങ്ങനെ വീണ് എപ്പോഴും പൊട്ടും. വീഴും, തല അടിച്ച് വീഴും. മേലായിട്ട് ഇങ്ങനെ വീഴും. അതല്ല അപ്പം നമ്മൊന്നും അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കണായിരിക്കും. അപ്പോൾ വീഴാം. അപ്പം വലിച്ചിട്ട് കൊണ്ടുപോകണം. പിന്നെ ഇത് കണ്ട് നമ്മളെ മനസ്സൊക്കെ മരവിക്കൂലേ? ജീവിതമാണ് അങ്ങനെ. ശ്രീലക്ഷ്മി കൊച്ചേ എന്തോ സ്വപ്ന ലോകത്തിന് കുമാരി. ഓർക്കുമ്പോണ്ടല്ലേ?
അന്ന് മിഴികൾ അടയ്ക്കാൻ ബുദ്ധിമുട്ടാന്നൊക്കെ ചേച്ചി അന്ന് ചാനലിൽ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പൊ അതിനൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ? മരുന്ന് കൊടുക്കുന്നുണ്ട്. മരുന്ന് കൊടുക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് പറ്റുന്നില്ല. ഉറക്കമുണ്ടോ ഇവക്ക്? എനിക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട് ഉറക്കില്ലാണ്ട്. ഞാൻ തലചുറ്റി വീഴലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ശരീര പ്രശ്നമൊക്കെ വന്നു, ഉറക്കം കറക്റ്റ് ആവാണ്ടൊക്കെ, BP ഒക്കെ കുറഞ്ഞ് ആകെ പ്രശ്നം. അപ്പോൾ ഡോക്ടർ എന്നെ അവൾക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഇവളൊന്നും ഉറങ്ങാതെ എനിക്ക് പറ്റുന്നില്ല. അമ്മ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒന്നും ഉറങ്ങാനാണ് കൊതിക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്ന് ഇപ്പോൾ ഉറങ്ങും. സഹായിക്കാറുണ്ടോ? ചേച്ചി പിന്നെ നോക്കും നല്ലോണം. വലിയ കാര്യമായിരിക്കും ചേച്ചിക്ക്. വലിയ കാര്യമായിരിക്കും. അവള് കുഞ്ഞിതിലേ തുടങ്ങി അവൾ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും അവളെ നോക്കണത്. അവൾക്ക് 2ാം ക്ലാസ് തുടങ്ങി ഇവളെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കും. അവൾക്ക് 2ാം ക്ലാസ്സിലിരിക്കുമ്പോളെ ഞാൻ വർക്കിന് പോകില്ല, വാതിലടച്ചിട്ടിട്ട് പോകണം. ഞാൻ വല്ല റിസപ്ഷനോ കല്യാണ വർക്കിനൊക്കെ പോകാറുണ്ട്. ഞാൻ നേരത്തെ ചെയ്യണതാണ് വർക്ക്. എല്ലാ വെഡിങ് കാര്യങ്ങളും ചെയ്യും. പക്ഷെ വെഡിങ് ആൽബം ഒക്കെ തയ്യാറാക്കി കൊടുക്കാറുണ്ടോ? എല്ലാം ചെയ്യും. അപ്പൊ നമ്മുടെ ചാനലിൽ നമ്പർ ഇടുമ്പോൾ ആൾക്കാർ വിളിക്കാൻ കല്യാണത്തിന്റെ വർക്കൊക്കെ പറഞ്ഞ് വിളിച്ചാലും പോകാൻ തയ്യാറല്ലേ? എന്താ വെച്ചാൽ ഇപ്പൊ ഇവരായേ പിന്നെ ഒരു പേടി. ഇവിടെ ഒറ്റയ്ക്കല്ല, അച്ഛനൊക്കെ ഉണ്ടായിരുന്നപ്പോ എനിക്ക് അവരെ ഏൽപ്പിച്ചിട്ടൊക്കെ പോവാ, ഇത്തിരി വൈകിയാലും കുഴപ്പം. പക്ഷെ ഇവിടെ ഒറ്റയ്ക്കായ പിന്നെ എനിക്കിപ്പോൾ പ്രശ്നം പോകാനായിട്ട്. റിസപ്ഷനൊക്കെ വൈകിയല്ലേ വരുന്നത്. അപ്പൊക്കെ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും എക്സ്പോസിങ് ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോരും. ആ സമയമാകും ആരെങ്കിലും കൂടെ കൊണ്ടുപോകും. അവർ ബാക്കിയുള്ളത് അവരെടുക്കാൻ ഏൽപ്പിക്കും. അങ്ങനെ ചെയ്യും. നല്ല വർക്ക് കളയൂല, നമ്മുടെ ഒരു വരുമാനമല്ലേ, അങ്ങനെ പോവും. പിന്നെ ഇവര് രാത്രിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഇവിടെ ഇൻക്വസ്റ്റ് ആകുമ്പോൾ അതൊന്നും നമ്മൾ ഒട്ടും ഒഴിവാക്കാറില്ല. അത് രാത്രി ആയാലും ഞാൻ തന്നെ പോയി എടുത്തോടും. ഇപ്പം ഇവിടെ 100 കൊണ്ട് തന്നെയാണ് പോകും. അതല്ലേ. ചേച്ചിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുവാണ്. ജോലി നല്ല രീതിയിലുള്ള ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും, ക്രിയാത്മകമായ അന്വേഷണവും ഫോട്ടോഗ്രാഫിയും ഇൻവെസ്റ്റിഗേഷനും എല്ലാം കൂടെ കൂടി ചേച്ചിയുടെ വിഷമങ്ങൾ മറച്ചു വെക്കാനായിട്ട് അല്ലേ, ഒളിച്ചു വെക്കാനായിട്ട് ചേച്ചി ആ ജോലി തന്നെ ചേച്ചി സാറ്റിസ്ഫൈഡ് ആണെന്ന് ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം ചേട്ടൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സപ്പോർട്ട് ഇല്ലെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ ജീവിച്ച് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ചേച്ചി ഒരു വലിയൊരു പ്രചോദനം തന്നെയാണ്. എന്താണെങ്കിലും കൊച്ചിന് കൊടുക്കുന്ന അകമൊഴിഞ്ഞ സപ്പോർട്ടും അത് വലുതാണ്. ചേച്ചിയുടെ നമ്പർ ഞങ്ങൾ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടാക്കട്ടെ, അതിന് വിരോധമുണ്ടോ? പലരും എന്താണെങ്കിലും ഞങ്ങൾ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ചേച്ചിനെ വിളിക്കാനും സംസാരിക്കാനും ആഗ്രഹിക്കും. അപ്പം കാര്യങ്ങൾ തിരക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചേച്ചി ഏതെങ്കിലും മിസ് കോൾ കണ്ടാലും വാട്സപ്പിലാണെങ്കിൽ ഹായ് വിട്ടാലും ചേച്ചി ഫ്രീ ആകുന്ന സമയത്ത് തിരിച്ച് വിളിക്കില്ല അവരെ. അപ്പോൾ എൻ്റെ നമ്പറോടെ ഞങ്ങൾ കൊടുത്തേക്കാം. ഇപ്പം എനിക്ക് ആ വീഡിയോ, ചേച്ചിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അപ്പം എനിക്കാണ് ചേച്ചീനെ ഇഷ്ടം വിളിക്കണം തോന്നി. അങ്ങനെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോഴാണ് ചേച്ചി ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നോട്ടെ, കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ സിജിയോടെ വന്നത്. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ചേച്ചിക്കും ഈ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് നേർന്നുകൊണ്ട് ഞങ്ങൾ എന്നാൽ പിരിഞ്ഞോട്ടെ. എന്നാൽ ഓക്കെ, താങ്ക് യു.